കണ്ടിട്ട് അയ്യോ ഇതിൻ്റെ ട്രെയിലർ എപ്പോഴാണ് വരിക എന്ന് പറഞ്ഞിങ്ങനെ വെയിറ്റ് ചെയ്ത്, അല്ലെങ്കിൽ ഒട്ടും വെയിറ്റ് ചെയ്യാൻ പറ്റാതെ ഫീൽ ചെയ്ത ഒരു സിനിമയായിരുന്നു ഇത്. എനിവേ ഞങ്ങൾക്ക് ആ സമയത്ത് അത് കാണാൻ പറ്റിയില്ല. കുറേ റീസൺ ഉണ്ട്. ഈവൻ ഞങ്ങൾ ചേട്ടനെയും അത് കാണാൻ സമ്മതിച്ചില്ല എന്ന് വേണമെങ്കിൽ പറയാം. എന്താണെന്ന് വെച്ചാൽ മിനിഞ്ഞാന്ന് ട്രെയിലർ റിലീസാവുന്ന സമയത്ത് ഞാൻ ഡ്രൈവിംഗ് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ ടെസ്റ്റ് ഇന്നലെയായിരുന്നു. ഞാൻ ചേട്ടനെയും വിളിച്ചുകൊണ്ട് ഡ്രൈവിംഗ് പഠിക്കാനായിട്ട് പോയി. അപ്പോൾ ചേട്ടൻ ഇടയ്ക്കിടയ്ക്ക് 7 മണി തൊട്ട് ഇങ്ങനെ റെസ്റ്റ്ലെസ് ആയിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, എടി 7:30 മലക്കോട്ടെ വാലിബൻ്റെ സിനിമ ട്രെയിലർ ഇറങ്ങുന്നുണ്ട്, നീ അതിന് മുന്നേ എങ്ങാനും പഠിച്ച് തീർക്കുമോ? എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു പഠിച്ച് തീർക്കണമെന്ന്. പക്ഷെ ഞങ്ങൾ ഓടിക്കാനുള്ള സ്ഥലം എത്തിയപ്പോൾ തന്നെ 8 മണിയാകുന്നൊരവസ്ഥയിലായി. പിന്നെ അതെല്ലാം കഴിഞ്ഞ് പതുക്കെ കറങ്ങി ഇന്നലെ ഡ്രൈവിംഗ് ടെസ്റ്റ് ആയിരുന്നു. അതിന് ഞാൻ പൊട്ടി. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഞങ്ങൾക്ക് വലിയൊരു നഷ്ടം ഉണ്ടായി, ട്രെയിലർ മിസ് ചെയ്തു. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഞങ്ങൾ ട്രെയിലർ കാണാൻ പോവുകയാണ്. അപ്പോൾ ആ ഒരു ദിവസത്തെ കാത്തിരിപ്പും കൂടി കഴിയുമ്പോൾ ആൻറ്റിസിപ്പേഷൻ. ലെറ്റ്സ് ഗോ ടു ദ ട്രെയിലർ. അതിനേക്കാൾ വലിയൊരു ലഹരിയില്ല. ഞാനും ആ ലഹരിയിൽ മതിമറന്നാൽ അതിലൊളിഞ്ഞിരിക്കുന്ന ചതി കണ്ടെത്താൻ കഴിയില്ല. ഷോട്ടൊക്കെ ഇന്ന് മാങ്ങോട്ടക്കളരിയുടെ ആയുധം കൊടും ചതിയാണ്. കരയണം, ചോര വീഴണം, ഷോട്ടുകൾ എന്നെ കണ്ണീരും ചോരയും വീണാണ് കടലുണ്ടാകുന്നത്. ആ കടലിന്റെ അടിയിൽ നിന്ന് സൂര്യൻ ഉദിച്ചു വരും. ഇതൊക്കെ എങ്ങനെ ചെയ്യുന്നോ ചാമ്പലാക്കും. പോണ കണ്ണെന്നെ പൊന്നേ. എൻ്റെ പൊന്നോ, ഇരിപ്പ് കാണുമായിരുന്നു. എന്തൊരു വിഷ്വലാ. സൗണ്ടിങ് സൈലന്റ്. ഓ മമ്മോ, എനിക്കറിയില്ല എന്ത് എക്സ്പ്രസ് ചെയ്യണമെന്ന്. ഓ മൈ ഗോഡ്. തോന്നിയത് പോലും ഇല്ല. 2 മിനിറ്റ് എന്തായിരുന്നു അല്ലേ? ഫീൽ ചെയ്തില്ല അത്. മലൈക്കോട്ടെ വാലിബനെ കുറിച്ച് ലിജോ ജോസ് പെല്ലിശ്ശേരി പറഞ്ഞിരിക്കുന്നത്. ഞാൻ സ്പീച്ച്ലെസ് ആണ്. നീ സ്പീച്ച്ലെസ്സാ? എന്നാ ഓക്കെ. അതാ ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് അതാണ്. മലൈക്കോട്ടെ വാലിബനെ കുറിച്ച് ലിജോ ജോസ് പെല്ലിശ്ശേരി പറഞ്ഞിരിക്കുന്നത് ഇതിന് സ്ഥലമോ കാലമോ ദേശമോ ഒന്നുമില്ലാത്ത ഒരു സിനിമയാണിത്. ഒരു ജോണർ പോലും പ്രത്യേകിച്ച് പുള്ളി പറഞ്ഞിട്ടില്ല. ട്രെയിലർ കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങളും ഏതാണ്ട് അവസ്ഥയിലാണ്. എന്താണ് ഞങ്ങൾക്കുള്ളിലുള്ള ഫീലിംഗ് അത് ഞങ്ങൾക്ക് അറിയില്ല. അത് എന്താണെന്ന് മനസ്സിലാവുന്ന പോലുമില്ല. ഇത് സിനിമ കണ്ട ഒന്നുറപ്പാണ്, അവർ പറഞ്ഞതുപോലെ തന്നെ ഇത് നമ്മളാരും ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലാത്ത കണ്ടിട്ടില്ലാത്ത ഒരു സംഭവമായി മാറാനുള്ളൊരു ചാൻസ് ഭയങ്കര കൂടുതലാണ്. ആൻഡ് എന്താ പറയണ്ടേ അല്ല, ഈ ഐഡിയോളജി ഒക്കെ ഉദിക്കുന്ന ആളുടെ തലയാണ് ഞാൻ അല്ലെങ്കിൽ ഏത് ലെവലിൽ ഓഫ് തിങ്കിങ് ഉണ്ടാവും, ആ പ്രോസസ്സ് എന്തായിരിക്കും എന്നുള്ളത് മനസ്സിലായി അറിയില്ല. ഇത് ശരിക്കും എന്താ പറയുക, ഒരു മാജിക്കൽ എക്സ്പീരിയൻസ് എന്ന് വേണമെങ്കിൽ പറയാം. മാജിക്കൽ എക്സ്പീരിയൻസ്. ട്രെയിലർ കണ്ടപ്പോൾ തന്നെ
ഫസ്റ്റ് ടീച്ചറൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഓരോരുത്തരിച്ച് തുള്ളി ചാടിപ്പോകുന്ന ലെവലിലായിരുന്നു. ഇപ്പം സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് എന്താ പറയുക, ഇത് പ്രോസസ്സ് ചെയ്യാനുള്ള ഒരു ഇത് വേണം ബ്രെയിനിലേക്ക്. ഇറ്റ്സ് എന്താ പറയുക, ഒരു നമ്മളെന്തോ വേറൊരു ട്രാൻസ് അവസ്ഥയിലേക്ക് പോയൊരു ഫീലുണ്ട്. അതേസമയം തന്നെ നമുക്ക് എക്സൈറ്റ്മെന്റ് ഉണ്ട്. എനിക്ക് എക്സൈറ്റ്മെന്റ് ഉപരി എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ട്. അതിന് മുന്നേ ഞാനിങ്ങനെ ഞാനത് കണ്ടുകൊണ്ടിരുന്നപ്പോൾ ചിന്തിച്ചതേ, ഒരു ഹ്യൂമൻ ബ്രെയിൻ ഇതൊക്കെ ഇങ്ങനെ പ്രോസസ്സ് ചെയ്യാൻ പറ്റും എന്നുള്ള, ലൈക്ക് എങ്ങനെയാണ് ഇങ്ങനൊരു തോട്ട് വരുന്നത്, ഓക്കെ എങ്ങനെയാണ് ഇനി ഈ ഒരു രീതിയിൽ എക്സിക്യൂട്ട്, ഓരോ ഷോട്ട് കാണുമ്പോൾ എങ്ങനെയാണ് ഇവർ ഇത്രയും ഭംഗിയായിട്ടും അതേപോലെ തന്നെ ഭയങ്കര ഒരു എന്താ പറയുക ഇമ്പാക്റ്റോടെയും ഇത് കൊണ്ടുവരാൻ പറ്റുന്ന ഓരോ ഫ്രെയിം വേണമെങ്കിൽ എടുത്തു, ഓരോ ഫ്രെയിം എടുത്തു വെച്ചാലും അതിലുള്ള ഇമോഷൻസ് നമുക്ക് കിട്ടും. ഓരോ അതിൻ്റെ ആ ഒരു സ്റ്റോറിയുടെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡെപ്ത് എന്താണെന്നുള്ളൊരു ഫീലിംഗ്, ഈ സിനിമയുടെ ആ ഒരു ഡെപ്ത് എന്താണെന്നുള്ളത് നമുക്ക് ആ ഒരു ട്രെയിലറിൽ കിട്ടുന്നുണ്ട്. അത്രയും ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. ഈവൻ വിത്ത് ഒരു സിംഗിൾ ഫ്രെയിം എടുത്ത് വെച്ചാൽ പോലും ആ ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് അതിന് പറ്റുന്നുണ്ട്. എത്ര മനോഹരമായിട്ടുള്ള ഷോട്ട്സ്. പിന്നെ സൗണ്ട് കുറേ സ്ഥലത്ത് സൈലൻ്റ് ആണ്, കുറേ സ്ഥലത്ത് ജസ്റ്റ് എനിക്ക് തോന്നുന്നു ബേസ് ആണ്, ഒരു വൈബ്രേഷൻ. ചില സ്ഥലത്ത് വെറുതെ ഒരു ചിറകടിക്കുന്ന ശബ്ദങ്ങൾ, അങ്ങനെ കുഞ്ഞു കുഞ്ഞു ശബ്ദങ്ങൾ, മ്യൂസിക് എല്ലാം വളരെ സട്ടിലായിട്ട് വന്നിട്ട് അത് എടുത്തു പോവുകയാണ്. നമ്മുടെ ആ ഒരു എനിക്കറിയില്ല, ട്രെയിലർ മേക്കിംഗ് വാസ് ഓസം. ആ ഒരു സൗണ്ട് എവറിത്തിങ് അതാണ് ഇതിനകത്ത് നമുക്ക് പെട്ടെന്ന് നമ്മുടെ ഉള്ളിലേക്ക് ചെന്ന് ഫസ്റ്റ് കയറുന്ന സംഭവങ്ങൾ. പിന്നെ മുന്നോട്ടേക്ക് പോകുമ്പം എന്താ പറയുക, എങ്ങനെ പറയണ്ടേന്ന് അറിയത്തില്ല. എന്തോ അതൊരു 2 മിനിറ്റും 24 സെക്കൻഡും ഒക്കെ 24 സെക്കൻഡ് ആ മലക്കോട്ടെ വാലിബൻ എഴുതി കാണിക്കുന്നതും ഒക്കെ അതിന് പോയെന്ന് വിചാരിച്ചു. എന്നാലും 2 മിനിറ്റ് എനിക്ക് ഫീൽ ചെയ്തില്ല. ഫസ്റ്റ് ഓഫ് ഓൾ അത് കണ്ടിട്ട് അതിനകത്തേക്ക് പോയി വളരെ ഇമ്മേഴ്സീവ് ആയിട്ട് അതിനകത്ത്. ആൻഡ് എനിക്ക് ആ ഒരു ടൈം ഫീൽ ചെയ്തില്ല. ഈവൻ ഞാനപ്പോൾ അത് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചത് ഒരു ഫോണിന്റെ സ്പീക്കറിൽ കണ്ടിട്ടാണ് അത് അത്രയും നമ്മളെ അട്രാക്ട് ചെയ്തതെങ്കിൽ. ബിയോണ്ട് ടൈം, ബിയോണ്ട് എന്താ പറയുക സ്പേസ്, അങ്ങനത്തെ ഒരു പടമാണ്. അപ്പോൾ പിന്നെ നീ ഇത് അറിയാൻ ചാൻസ് ഇല്ല, അതിനെക്കുറിച്ച് നിനക്ക് അറിയില്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ അത് തന്നെ അതാ പറഞ്ഞത്. കാരണം ഇതിനെക്കുറിച്ച് എല്ലാവരും പറയുന്ന ഒരേ കാര്യം തന്നെയാണത്. സിനിമ ഈസ് സംതിങ് എന്താ പറയുക യുണീക്ക്. അപ്പോൾ അതിനെ നമുക്ക് ഒരു ഇതിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു ഉൾക്കൊള്ളിക്കാൻ പറ്റാത്തതിൻ്റെ ഫീൽ അത് എന്താണെന്നുള്ളത് ലൈറ്റായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഈ ട്രെയിലറിൽ നിന്ന് കിട്ടി. എനിക്ക് തോന്നുന്നു ഇത് മേ ബി ബിയോണ്ട് ഹ്യൂമൻ കോംപ്രിഹെൻസ്, എന്താ പറയുക കോംപ്രിഹെൻഡ് ചെയ്യാൻ പറ്റുന്ന പോലെ തന്നെ ഒരു എക്സ്പീരിയൻസ് മേ ബി സിനിമ കൊണ്ടുവരുമായിരിക്കും. എനിക്ക് ആ ഒരു ലെവലിലാണ് ഈ ട്രെയിലർ കണ്ടപ്പോൾ തോന്നിയത്. ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ സിനിമകളിലുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ഒരു മോബിനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ പോലും ഈച്ച് ആൻഡ് എവറി ഇൻഡിവിജ്വൽ ഹാസ് ഇറ്റ്സ് ഓൺ പേഴ്സണാലിറ്റി. ചുമ്മാ വന്ന് വടി പോലെ നിൽക്കണ ഒരു ഫീൽ ഇല്ല. എല്ലാവരുടെയും എക്സ്പ്രഷൻസ് ഡിഫറെൻ്റ് ആയിരിക്കും, എല്ലാവരുടെയും മൂമെൻറ്റ്സും കാര്യങ്ങളും എല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും. നമുക്ക് ശരിക്കും ഫീൽ ചെയ്യും ദാറ്റ് ഈസ് എൻ ആക്ച്വൽ മോബ് ആണ്. അത്ര ആക്ച്വൽ ആയിട്ടുള്ള പേഴ്സണാലിറ്റീസ് നമുക്ക് ആ മൂവിൽ കാണാൻ പറ്റും. എല്ലാ സിനിമകളിലും നമുക്കത് കാണാൻ പറ്റത്തില്ല. എല്ലാ സിനിമകളിലും പുറകിൽ കുറേ ബാക്ക്ഗ്രൗണ്ട് ആർട്ടിസ്റ്റുകളെ കൊണ്ട് നിർത്തിയേക്കുന്ന പോലെ നമുക്ക് തോന്നുള്ളൂ. ഫ്രണ്ടിലുള്ള കുറച്ച് പേര് അല്ലെങ്കിൽ സ്ക്രീൻ സ്പേസ് കിട്ടുന്ന അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് ഉള്ള കുറേ പേരായിരിക്കും ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ സിനിമയിലൊരു മോബ് എന്ന് പറഞ്ഞാൽ ആയിരങ്ങളടങ്ങുന്ന ഒരു മോബിനെ കാണിക്കുകയാണെങ്കിലും ആ 1000 പേരുടെ മുഖത്തേക്ക് നമ്മൾ ഡിഫറെൻ്റ്ലി നോക്കിയാലും നമുക്കൊരു ഡിഫറെൻ്റ് എക്സ്പ്രഷൻ, അതിലേക്കുള്ള ആ ഒരു അവരുടെ ആ ഒരു ഇൻവോൾവ്മെന്റ് നമുക്ക് കാണാൻ പറ്റും. അത് ഞാൻ അദ്ദേഹത്തിന്റെ പഴയ സിനിമകളിൽ ആ ഒരു ക്വാളിറ്റി അത് ഭയങ്കര, പുള്ളിയുടെ ആ ഒരു തോട്ട് പ്രോസസ്സ് തന്നെയാണ് നേരത്തെ നീ പറഞ്ഞ പോലെ ഭയങ്കര ഒരു സംഭവമാണ്. പിന്നെ എനിക്ക് പറയാൻ തോന്നുന്നു ഇതിൻ്റെ അകത്ത് ഒരു ഷോട്ട് ശ്രദ്ധിച്ചത്, ലാലേട്ടൻ്റെ നേരെ ഒരാൾ മറ്റേ ഇങ്ങനെ ചൊട്ടുന്ന സംഭവം ഉണ്ടല്ലോ, അതുകൊണ്ട് അടിക്കാനായിട്ട് ഓടി വരുന്നു, ലാലേട്ടനോട് ചുമ്മാ ഇരിക്കുക. ആ ഒരു മൊമെൻറ്റിൽ നമുക്കറിയാം നെക്സ്റ്റ് മിക്കവാറും സംഭവിക്കാൻ പോകുന്ന ആ വരുന്ന ആൾ അതെവിടെ തന്നെ പോയിരിക്കും. എനിവേ വാലിബൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അവതാരം തന്നെയാണ്. ശരിക്കും ഇത് തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. അത് ട്രെയിലറിൽ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാവും ഇത് തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. ആൻഡ് മേ ബി വി ആർ 2024 ഇതൊരു ബെസ്റ്റ് വിഷ്വൽ ട്രീറ്റ് ആകാനുള്ള ട്രീറ്റ് ആണ്. നോ നീഡ് ഓഫ് ചാൻസ് ഉണ്ട് പറയേണ്ട ആവശ്യമില്ല. ഇറ്റ്സ് എ ട്രീറ്റ്. കാരണം ഈ ട്രെയിലറിൽ തന്നെ അത്രയും ഞങ്ങൾ വേറൊരു ലോകത്ത് വേറൊരു സിറ്റുവേഷനിൽ വേറെ ഇമോഷൻ എന്താണ് വരേണ്ടതെന്ന് അറിയാത്തൊരവസ്ഥയിൽ പെട്ടുപോയെങ്കിൽ, അതിൻ്റെ ഉള്ളിൽ ഞങ്ങൾ പെട്ടുപോയെങ്കിൽ, ട്രാപ്ഡ് ആയിട്ടുണ്ടെങ്കിൽ ഒന്നുറപ്പാണ് ഈ സിനിമ ഇറ്റ്സ് ഗോയിങ് ടു എന്താ പറയുക ഇളക്കി മറിക്കൽ തിയേറ്റേഴ്സ്. സോ ട്രെയിലറിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റിൽ രേഖപ്പെടുത്തുക. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.